എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. ഫ്ലേവേഴ്സ് ഓഫ് എവറിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നാടൻ സ്റ്റൈലിൽ ഒരു ക്രാബ് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നുള്ളതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നുള്ളത് നോക്കാം. ക്രാബ് റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ക്രാബാണ് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് വേണ്ടിയിട്ടുള്ള ഒരു 4 ഉള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി 100 ഗ്രാം എടുത്തിട്ടുണ്ട്. ഒരു 3 തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ആവശ്യത്തിന് എരിവിനനുസരിച്ച് പച്ചമുളക്. ഇനി അതിന് വേണ്ടിയിട്ടുള്ള മസാലകളാണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ക്രഷ് ചെയ്തത്, അതേപോലെ തന്നെ പെരിഞ്ചീരവും സാൾട്ടും വെളിച്ചെണ്ണയും. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരു ക്രാബ് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സഡ് ജാർ എടുത്തിട്ട് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ കുരുമുളകും 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരവും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കാം. കുരുമുളകും പെരിഞ്ചീരവും പൊടി തന്നെ നമുക്ക് ഇടണമെന്നില്ല. നമുക്ക് ഹോളായിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇട്ട് കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്രാബ് റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് നാടൻ ഫുഡിന് വേണ്ടിയിട്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിച്ച അരപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും പച്ചമുളകൊക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ ആദ്യം തന്നെ പേസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷമാണ് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ആഡ് ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ മസാല ജസ്റ്റ് ഒന്ന് സോട്ടായതിനു ശേഷം അതിലോട്ട് ഞാൻ കറിവേപ്പിലയും പച്ചമുളകും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 4 ഉള്ളി ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് റോസ്റ്റ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഉള്ളി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് അല്പം സാൾട്ട് കൂടി ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഉള്ളി ഒന്ന് സോത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് സോത്തയാകുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി വേണമെങ്കിൽ നമുക്ക് നേരത്തെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു പകുതി ഉള്ളി സോത്തയതിന് ശേഷമാണ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചെറിയ ഉള്ളി കൂടി ഒന്ന് സോത്തയതിന് ശേഷം നമുക്ക് അതിലോട്ട് മസാലകളാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കതിലോട്ട് മസാലയായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമുക്ക് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഈ മസാലയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ആ പച്ച മണമൊക്കെ ഒന്ന് പോയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച 3 തക്കാളി അല്പം മല്ലിയിലും കൂടി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഇട്ട് കൊടുത്ത തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി നല്ലൊരു റോസ്റ്റ് ടൈപ്പ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ച ക്രാബ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് അല്പം സാൾട്ട് കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എന്നാൽ മാത്രമാണ് നമ്മുടെ ക്രാബിലോട്ട് നന്നായിട്ട് സാൾട്ടൊക്കെ പിടിക്കുള്ളൂ. ഈ ഒരു സമയത്ത് നമുക്ക് അല്പം സാൾട്ട് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രാബ് മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സ്ലോ ഫ്ലെയിമിലാണ് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നത്. അതുപോലെ തുറന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ക്രാബിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ തിളച്ച വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഓൾറെഡി നന്നായിട്ട് കുക്കായി വന്നതാണ്. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രമാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് ക്രാബ് ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാം. ഈ ഒരു സമയത്ത് നമുക്ക് സാൾട്ടൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ. സാൾട്ടും എരിവൊക്കെ ചെക്ക് ചെയ്യാം. നമുക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് 4 പച്ചമുളകൊക്കെ കീറിയിട്ട് നമുക്ക് ഇടാവുന്നതാണ്. അതുപോലെ ആവശ്യത്തിന് സാൾട്ടൊക്കെ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് അല്പം കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് റെഡ്യൂസ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രാബ് റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷമാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തെടുക്കുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ആ ക്രാബൊക്കെ നന്നായിട്ട് കുക്കായിട്ട് അതിൻ്റെ മേലിലൊക്കെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. ഫ്ലെയിം സ്ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കൊണ്ട് നമുക്ക് ചെയ്യേണ്ടത് ഒരു തക്കാളി ചെറുതായിട്ട് ക്യൂബ് കട്ട് ചെയ്തിടുക. അതുപോലെ തന്നെ 1-2 പച്ചമുളക് നമുക്ക് നടു കീറിയിട്ടിടുക. അല്പം കറിവേപ്പിലയും മല്ലിയില ചോപ്പ് ചെയ്തിടുക. അതിലോട്ട് നമുക്ക് ലാസ്റ്റ് കുരുമുളക് പൊടിച്ചതും അതേപോലെ തന്നെ അല്പം പെരിഞ്ചീരകവും ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രാബ് റോസ്റ്റ് റെഡിയാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു സമയത്ത് നമുക്ക് അല്പം പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡിയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരെ ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഞാൻ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെയുള്ള വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണുന്നുണ്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.